ഹലോ ഡി നീറ്റ് ആസ്പിരൻസ്, ദിസ് ഇസ് ANJ ഫ്രം ആർക്കിനെക്സ്. സോ മക്കളെ, നീറ്റ് എക്സാം അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. മൂല്യനിർണ്ണയമൊക്കെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയുടെ തീരുമാനം. അപ്പോൾ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ റിസൾട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതിനുശേഷം നടക്കുക അലോട്ട്മെന്റ് പ്രോസസ്സാണ്. വളരെ ലെങ്തി ആയിട്ടുള്ള സെപ്റ്റംബർ ഒക്ടോബർ മാസം വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന അലോട്ട്മെന്റ് പ്രോസസ്സാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ വർഷത്തെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 25 നീറ്റ് എക്സാമുമായിട്ടാണ് നമുക്ക് ഈ ഒരു വർഷത്തെ നീറ്റിനെ കമ്പയർ ചെയ്യാൻ പറ്റുക. 25ന് അത്ര ടഫ് അല്ലെങ്കിൽ കൂടി അത്യാവശ്യം നല്ല രീതിയിൽ ബുദ്ധിമുട്ടായിരുന്നു പല കുട്ടികളും പറഞ്ഞിരുന്നത്. കുറേയധികം കുട്ടികൾക്ക് ഒരു മോഡറേറ്റ് ലെവലായിരുന്നു എക്സാം. പക്ഷെ റീനീറ്റ് 26 നീറ്റിനെ സംബന്ധിച്ച് ടഫ് തന്നെയായിരുന്നു. 26 നീറ്റ് ഈസി ആയിരുന്നു. റീനീറ്റ് വന്നപ്പോൾ അത് കുറച്ചും കൂടി ടഫർ ലെവലിലേക്ക് പോയി. അപ്പോൾ നമ്മൾ കാറ്റഗറി വൈസ് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് ക്ലോസിംഗ് റാങ്ക് ഒന്ന് നോക്കാം. അതായത് ഏത് നീറ്റ് സ്കോറിനാണ് കഴിഞ്ഞ വർഷം ഗവൺമെന്റ് MBBS സീറ്റ് കിട്ടിയത്. ഈ വർഷവും എല്ലാവരും പ്രെഡിക്റ്റ് ചെയ്യുന്നത് ജനറൽ കാറ്റഗറിക്ക് ഒരു 540-നും 570-നും ഇടയിൽ തന്നെയാണ് സ്കോർ പ്രെഡിക്റ്റ് ചെയ്യുക. ഒരു 560 കിട്ടിയാൽ 560 കിട്ടിയാൽ സീറ്റ് കിട്ടും എന്നൊക്കെയാണ് പ്രഡിക്ഷൻസും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഇതൊക്കെ പ്രഡിക്ഷൻസ് മാത്രമാണ്. കാരണം എല്ലാ കുട്ടികളെയും നീറ്റ് സ്കോർ വന്ന് ഇന്ത്യയിൽ അത്രയും 20 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യുന്ന എഴുതുന്ന ഒരു എക്സാമിനേഷനാണ്. അപ്പോൾ എല്ലാവരുടെയും നീറ്റ് സ്കോർ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് പോസിബിലിറ്റിയും കാര്യങ്ങളും ഒക്കെ അറിയാൻ പറ്റൂ. നീറ്റ് റാങ്ക് ലിസ്റ്റ് വന്നാൽ കൃത്യമായിട്ടുള്ള സാധ്യത നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ റാങ്കുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. ഏത് നീറ്റ് സ്കോറിനാണ് ഓരോ കാറ്റഗറിയിലും, അത് ഓപ്പൺ കാറ്റഗറി മാത്രമല്ല, ഈഴവ, മുസ്ലിം, ലാറ്റിൻ, ധീവര, വിശ്വകർമ്മ തുടങ്ങി എല്ലാ കാറ്റഗറികളുടെയും നമുക്കൊന്ന് പരിശോധിക്കാം. റെഡി? യെസ്. അപ്പോൾ നമ്മൾ ഓപ്പൺ കാറ്റഗറി, ജനറൽ കാറ്റഗറി നോക്കുകയാണെങ്കിൽ, ജനറൽ കാറ്റഗറി എന്ന് പറഞ്ഞാൽ യാതൊരു റിസർവേഷനും ഇല്ലാത്ത കാറ്റഗറി. ഓക്കെ, സംവരണോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓപ്പൺ കാറ്റഗറി 904 ആണ് കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് റാങ്ക്. നമ്മൾ ഇന്നലെ കണ്ടിരുന്നു അല്ലേ ക്ലോസിംഗ് റാങ്ക്. അതിന്റെ സ്കോർ കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് റാങ്ക് നീറ്റ് സ്കോർ 554 ആയിരുന്നു. അപ്പൊ 554 നീറ്റ് സ്കോറിന് തേർഡ് അലോട്ട്മെന്റിലൂടെ, അതിനുശേഷം നടക്കുന്ന ഒന്നും ഞാൻ പറയുന്നില്ല, തേർഡ് അലോട്ട്മെന്റ് മേജർ ആയിട്ടുള്ള 3 ഘട്ടങ്ങൾ, അതിൽ 3-ാം ഘട്ടത്തിൽ തേർഡ് അലോട്ട്മെന്റിലൂടെ അഡ്മിഷൻ ലഭിച്ചിരുന്നത് 554 നീറ്റ് സ്കോറിനാണ്. അടുത്തത് ഈഴവ കാറ്റഗറിയാണ്. 2023-ൽ 1822 റാങ്കിനാണ് അവസാനമായിട്ട് കിട്ടുന്നത്. 24-ൽ 2483, 25-ൽ 2409. സ്കോർ ഇങ്ങനെ വേരി ചെയ്യും. അതായത് എക്സാം ടഫ് ആണോ ഈസി ആണോ എന്നനുസരിച്ച് ഓരോ വർഷത്തെയും സ്കോർ വേരി ചെയ്യാം. പക്ഷെ റാങ്ക് നിങ്ങളൊന്ന് നോക്കിയേ. കഴിഞ്ഞ വർഷം 2409-ന്, കഴിഞ്ഞതിന് മുന്നിലത്തെ വർഷം 2483-ന്. ഏത് കാറ്റഗറി? ഈഴവ കാറ്റഗറി. അതായത് 2400 റേഞ്ചിൽ തന്നെയാണ് ലാസ്റ്റ് റാങ്ക് നിന്നത്. അപ്പൊ ഈ വർഷവും ഒരു 2300-നും 2500-നും ഇടയിൽ കേരള റാങ്ക് ഉള്ള കുട്ടിക്ക് തന്നെ ആയിരിക്കണം ഈ ഒരു കാറ്റഗറിയിൽ അഡ്മിഷൻ കിട്ടുക. അങ്ങനെയാണ് നമ്മുടെ ഒരു പ്രഡിക്ഷൻ. യെസ്. അപ്പൊ നീറ്റ് സ്കോർ 526 ആയിരുന്നു കഴിഞ്ഞ വർഷം ഈഴവ കാറ്റഗറിയിൽ അവസാനമായിട്ട് കേരളത്തിലെ ഒരു ഗവൺമെന്റ് MBBS സീറ്റ് ലഭിച്ച കുട്ടിയുടെ നീറ്റ് സ്കോർ. മുസ്ലിം കാറ്റഗറി നോക്കുകയാണെങ്കിൽ 2394, 526 ആയിരുന്നു നീറ്റ് സ്കോർ വന്നിരുന്നത്. അപ്പൊ 526 സ്കോർ ആ 2300, 2500 ഒരു റാങ്കിലാണ് നിൽക്കുക. അടുത്തത് LA കാറ്റഗറി 512 ആയിരുന്നു സ്കോർ. 3689 റാങ്കിനാണ് അവസാനമായിട്ട് MBBS സീറ്റ് കിട്ടുന്നത്. ധീവര 8062, കുട്ടിയുടെ നീറ്റ് സ്കോർ 474 ആയിരുന്നു. ഗവൺമെന്റ് സീറ്റാണ് കേട്ടോ, MBBS സീറ്റാണ് പറയുന്നത്. വിശ്വകർമ്മ 518 ആയിരുന്നു നീറ്റ് സ്കോർ. ലാസ്റ്റ് റാങ്ക് 3219. ലാസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു റാങ്കാണ് ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ ക്ലോസിംഗ് റാങ്ക് ആയിട്ട് വന്നത്. ഇതിന് ശേഷം റാങ്കോ സ്കോറോ ഉള്ള കുട്ടിക്ക് ഗവൺമെന്റ് സീറ്റ് കിട്ടിയിട്ടില്ല തേർഡ് അലോട്ട്മെന്റിലൂടെ. യെസ്. അടുത്തത് ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ്. 2916 ആയിരുന്നു ലാസ്റ്റ് റാങ്ക്. 520 ആയിരുന്നു കുട്ടിയുടെ നീറ്റ് സ്കോർ. 3 വർഷങ്ങൾ നമ്മൾ നോക്കിയാലും 2000, 2000-നും 3000-നും ഇടയിലാണ് കുട്ടിയുടെ ലാസ്റ്റ് റാങ്ക്, ക്ലോസിംഗ് റാങ്ക് ഈ ഒരു കാറ്റഗറിയിൽ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ കാറ്റഗറിയാണ്. 2849 ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് റാങ്ക്. 521 നീറ്റ് സ്കോർ. ഈ ഒരു റാങ്ക് കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യാനുള്ള റീസൺ 24-ലെ നീറ്റ് എക്സാം വളരെ ഈസി ആയിരുന്നു. ഓക്കെ, നല്ല സ്കോർ ഉണ്ടായിരുന്നു. കമ്പാരിറ്റീവ്ലി കുട്ടികൾക്കൊക്കെ മികച്ച സ്കോർ ആയിരുന്നു. പക്ഷെ 2025 നല്ല ടഫായിരുന്നു. ആ ഒരു എക്സാമുമായിട്ട് ഏകദേശം കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷനാണ് ഈ വർഷം ഇപ്പോൾ റീനീറ്റ് ആയിട്ട് നടന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുന്നത്. റെഡി? KN കാറ്റഗറി
9811 ആയിരുന്നു ക്ലോസിംഗ് റാങ്ക്. 458 കുട്ടിയുടെ നീറ്റ് സ്കോർ വന്നത്. KU കുടുംബി ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് ആണ്. 24,407 ആയിരുന്നു റാങ്ക്. 330 നീറ്റ് സ്കോർ. ഇപ്പൊ 330 നീറ്റ് സ്കോറിനും കഴിഞ്ഞ തവണ ഒരു ഗവൺമെന്റ് സീറ്റ് കിട്ടി. റെഡി. SC കാറ്റഗറി നോക്കുകയാണെങ്കിൽ 15,624 നീറ്റ് സ്കോർ 409 ആയിരുന്നു. ST കാറ്റഗറി നോക്കുകയാണെങ്കിൽ 25,421 നീറ്റ് സ്കോർ 320 ആയിരുന്നു. അപ്പൊ 320 ഗവൺമെന്റ് MBBS സീറ്റ് കിട്ടി. ഇക്കണോമിക്കലി വീക്കർ സെഷൻ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള കണക്കുകളാണ് പറയുന്നത്. EW കാറ്റഗറി വരികയാണെങ്കിൽ 514 നീറ്റ് സ്കോറിനാണ് കിട്ടിയത്. ഇത് ജനറൽ കാറ്റഗറിയിൽ തന്നെ പെടുന്ന ആളുകളാണ്. ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്ന, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക സമുദായത്തിലെ ആളുകളാണ്. 3,467 ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് റാങ്ക്. നീറ്റ് സ്കോർ 514. അപ്പൊ ഇപ്പോഴും ഈ വർഷവും നമ്മൾ ഏകദേശം ഈ ഒരു റേഞ്ചിലൊക്കെ തന്നെയാണ് കട്ട് ഓഫ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതായത് MBBSന്റെ കട്ട് ഓഫ് ആണ്, അല്ലാതെ നീറ്റ് ക്വാളിഫൈ ചെയ്യാനുള്ള കട്ട് ഓഫ് അല്ല നമ്മൾ പറയുന്നത്. ഒരു ഗവൺമെന്റ് സീറ്റ് കിട്ടാനുള്ള കട്ട് ഓഫിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്കിപ്പോ ഒരു 170, 180, 200 സ്കോർ കിട്ടിയാൽ പോലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് സെക്ടറിൽ BDSO, യുനാനിയോ, സിദ്ധയോ ഒക്കെ കിട്ടും. പക്ഷെ നമ്മൾ എയിം ചെയ്യുന്ന കോഴ്സ് ഏതാണോ, എല്ലാ മെഡിക്കൽ സീറ്റുകളും വാല്യുബിൾ ആണ്, ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നമ്മൾ എയിം ചെയ്യുന്നത് ചിലർക്ക് MBBS തന്നെ വേണം, ചിലർക്ക് അത് ഗവൺമെന്റ് സെക്ടറിൽ തന്നെ വേണം. കാരണം ഫീസ് സ്ട്രക്ചർ ഒക്കെ വളരെ വ്യത്യാസമാണ്. ലൈക്ക് ഗവൺമെന്റ് സെക്ടറിൽ ഒരു വർഷം ട്യൂഷൻ ഫീ ആയിട്ട് ഒരു 25,000 റുപ്പീസ് അടയ്ക്കേണ്ട സ്ഥലത്ത് നമ്മൾ അവിടെ ഒരു പ്രൈവറ്റ് സെക്ടറിൽ, ഒരു സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ 50, 60 ലക്ഷം ഒക്കെ ഫീസായിട്ട് വരും. ഒരു വർഷം 8 ലക്ഷം തൊട്ട് 12 ലക്ഷം വരെ ട്യൂഷൻ ഫീ ഇനത്തിൽ മാത്രം വരുന്ന കോളേജുകളാണ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 1 കോടി രൂപയൊക്കെ മുടക്കി ഹോസ്റ്റൽ ഫീസ് ഒക്കെ കൂട്ടിയിട്ട് ഒരു 1 crore റുപ്പീസ് ഒക്കെ മുടക്കിയിട്ട് വേണം നമ്മളൊരു ഡോക്ടറായിട്ട്, അത് MBBS മാത്രം കംപ്ലീറ്റ് ചെയ്ത് പുറത്തിറങ്ങാനായിട്ട്. വീണ്ടും നമുക്ക് PGയോ സ്പെഷ്യലൈസേഷനോ ഒക്കെ വേണം അല്ലേ? യെസ്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും കൂടുതലായിട്ടും ഗവൺമെന്റ് സെക്ടറിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നത്, എയിം ചെയ്യുന്നത്. നമുക്ക് അത്രയും ഒരു ഫിനാൻഷ്യൽ ഡിഫറൻസും കാര്യങ്ങളും ഒക്കെ വരും. അതൊഴിച്ചാൽ എല്ലാ സീറ്റുകളും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്, വാല്യുബിൾ ആണ്. അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ആണ് നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ വളരെ ശ്രദ്ധിച്ച് കെയർഫുൾ ആയിട്ട് റിപ്പീറ്റ് ചെയ്യണോ അതോ നല്ലൊരു നീറ്റ് സ്കോർ ഉണ്ടെങ്കിൽ ഈ വർഷം തന്നെ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓൾ ഇന്ത്യ കോട്ട സീറ്റുകൾ അവൈലബിൾ ആണ്, സ്റ്റേറ്റ് കോട്ട അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇനി വരുന്ന വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എന്താണ് ഓൾ ഇന്ത്യ കോട്ട, എന്താണ് സ്റ്റേറ്റ് കോട്ട എന്നൊക്കെ. അപ്പോൾ അത്യാവശ്യം നല്ല നീറ്റ് സ്കോർ ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഒരു 600+ ഒക്കെ ആണെങ്കിൽ ഉറപ്പായും നമുക്ക് സാധ്യതയുണ്ട്. നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കേണ്ട ആവശ്യമൊന്നും അങ്ങനെ ഇല്ല. ഓക്കെ, നമ്മൾ ഒരുപാട് പോസിബിലിറ്റി അവിടെ പറയുന്നുണ്ട്. എല്ലാം പോസിബിലിറ്റിയാണ്, സാധ്യതകളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു നീറ്റ് സ്കോറിന് കിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ റിപ്പീറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ചൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം, അലോട്ട്മെന്റ് പ്രോസസ്സ് തുടങ്ങട്ടെ, നടക്കട്ടെ. നമ്മുടെ നീറ്റ് സ്കോർ അറിഞ്ഞ ശേഷം, നമ്മുടെ റാങ്ക് അറിഞ്ഞതിന് ശേഷം നമുക്കൊരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്താം. ചോയ്സ് നിങ്ങളുടേതാണ്. നമുക്ക് എന്തിലാണോ കോൺഫിഡൻസ് ഉള്ളത് അത് ഫോളോ ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. ബൈ.